ഹായ്, എൻ്റെ പേര് അഭിനയ. ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ്. പഠിച്ചത് ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഒറ്റപ്പാലത്ത് നിന്നാണ്. സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. ഒരു കോളേജ് സെഷൻ എന്നാണ് ഗൂഗിൾ സാറിനെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് സിവിലിയൻസിനെ കുറിച്ചുള്ള ഒരു ധാരണ കിട്ടിയത്. അപ്പോൾ സിവിലിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ അത്രയും ക്വാളിറ്റി ഉള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഓരോരോ കുട്ടികളുടെ വീക്ക്നെസ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഓരോ കോർഡിനേറ്റേഴ്സും നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ അനലൈസ് ചെയ്യാനാണെങ്കിലും എല്ലാം നമ്മളൊരു മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ട് ഇവർ അത്രയും ഹാർഡ് വർക്കിംഗ് ആണ് ഇവിടുത്തെ ഓരോ ഫാക്കൽറ്റീസും. നമ്മൾക്ക് എന്തെങ്കിലും ഒരു കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റ് ആയിട്ട് പോകുന്ന സമയത്തൊക്കെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് നമ്മൾക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഫാക്കൽറ്റീസ് എന്നൊക്കെ പറയുന്നത് ആനന്ദ് സാറാണ്. ആനന്ദ് സാറിൻ്റെ FM അല്ലെങ്കിൽ മോസ് ആണെങ്കിലും അത്രയും നല്ലൊരു ക്ലാസ്സാണ്. ബാക്കിയുള്ള ഫാക്കൽറ്റീസ് മോശമാണെന്നല്ല, എല്ലാവരെയും നല്ല ക്ലാസ്സാണ്. ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വന്നൊരു മാറ്റങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പഠിക്കാനും കുറച്ച് മടിയുള്ളൊരു ടീമാണ്. ആൻഡ് പഠിച്ച് വരുന്ന സമയത്ത് ഓക്കെയാണ്. പക്ഷേ ആനന്ദ് സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രയും സ്ട്രിക്റ്റായി ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓരോ ദിവസത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ അങ്ങനെ നമ്മൾ പഠിച്ച് വന്നത് ഓരോ പോർഷൻസും കറക്റ്റായിട്ട് നമുക്ക് പഠിച്ച് പറയാൻ പറ്റും. ഒരു കോർഡിനേഷൻ വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലും കാണാനായിട്ട് പറ്റിയിട്ടില്ല. ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കോളേജിൽ പഠിക്കുന്ന ടൈമിൽ വന്നിട്ട് എനിക്ക് എല്ലാ സബ്ജക്ട്സും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എസ്പെഷ്യലി ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഭയങ്കര എനിക്ക് ടഫായിരുന്നു. ഞാൻ ഫോർത്ത് ചാൻസിലാണ് ഞാൻ അരിയർ ക്ലിയർ ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇവിടെ വന്നിട്ട് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് ഇത്രയും സിമ്പിളായിട്ട് എടുത്തു തരാൻ പറ്റും. ആൻഡ് ഇവിടുത്തെ ഓരോ സബ്ജക്റ്റ് കഴിയുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ കഴിയുന്ന സമയത്ത് MCQs ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. ആൻഡ് അതുമാത്രമല്ല, സിവിലിയൻസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ആപ്പിൽ ഓരോ ക്ലാസ് കഴിയുന്ന സമയത്തും ഒരു ടെസ്റ്റ് ഉണ്ടാവും. ഒരു 10 questions ആയിരിക്കും ആ ടെസ്റ്റിൽ ഉണ്ടാവുക. ആ ഒരു ടെസ്റ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് നമ്മൾ എന്തൊക്കെ പഠിച്ചു, എവിടെയൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് AE LSTD PWD ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ടൊക്കെയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഓവർസിയറിനോട് ഫോക്കസ് ചെയ്യുന്നത്. ഇനിയുള്ള 2.5 months എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാന്ന് വെച്ചാൽ ഓരോരോ സബ്ജക്റ്റ് വൈസ് ലേൺ ചെയ്യുക. പിന്നെ റിവിഷൻ മസ്റ്റാണ്. MCQs അതേപോലത്തെ ടെസ്റ്റുകൾ, സിവിലിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ടെസ്റ്റുകളെല്ലാം അറ്റൻഡ് ചെയ്യുക. പിന്നെ റാങ്ക് ബൂസ്റ്റർ കോഴ്സ്, അതേപോലെ ഓൺലൈൻ കോഴ്സ്, ഇവിടുന്ന് ക്വിക്ക് ലേണിംഗ് സെഷൻസ് അല്ലെങ്കിൽ ക്വിക്ക് റിവിഷൻ സെഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ടൈം മാനേജ്മെൻറ്റ് ചെയ്ത് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ കൂടെ പെർഫോം ചെയ്യാൻ, എൻ്റെ കൂടെ എക്സാം എഴുതാൻ വരുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.